തൃശൂർ ഏങ്ങണ്ടിയൂരിലെ വിനായകന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിച്ച ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ല എന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വിനായകനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് കുറ്റസമ്മത മൊഴി നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നും അത് ആത്മഹത്യാ പ്രേരണ ആകുന്നില്ല എന്നുമുള്ള വിചിത്രവാദവും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദലിത് സമുദായ മുന്നണി അറിയിച്ചു. നീതി കിട്ടിയില്ല നീതി വെച്ചാൽ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാർക്ക് സപ്പോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വെച്ചാൽ ഇപ്പോൾ അന്വേഷിച്ച ഒരു ഫിറോസ് മുഹമ്മദ്, ഉണ്ണിരാജ, ഇപ്പോൾ ഉല്ലാസ് എന്ന് പറഞ്ഞ സാറാണ് അന്വേഷിച്ച കേസ്. ഇവർ 3 കൂട്ടർ അന്വേഷിച്ചത് പോലീസുകാർക്ക് സപ്പോർട്ടായിട്ടാണ്. കസ്റ്റഡി ബന്ധം തന്നെയാണ്. എന്നുവെച്ചാൽ എൻ്റെ മോൻ അതിക്രൂരമായി മർദ്ദനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവൻ്റെ മുടി അവൻ നീട്ടി വളർത്തിണ്ടായിരുന്നു. പക്ഷേ ഈ സാജൻ എന്ന പോലീസുകാരൻ നിർബന്ധമായിട്ട് അവിടെ ഈ പാവർട്ടി സെൻറ്ററിലാണ് മുടി വെട്ട് കടയുണ്ട്, അവിടെ കൊണ്ടുപോയി മുടി വെട്ടാൻ പറഞ്ഞു. ഇയാൾ ഒറ്റ നിർബന്ധമാണ് ഈ മുടി വെട്ടാൻ, ഇയാൾ നിർബന്ധമാണ്. പിന്നെ വെച്ചാൽ മുടി വെട്ടിയില്ലെങ്കിൽ പിന്നെ കേസിൽ പെടുത്തും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ഇതുകൊണ്ട് എന്ന് വെച്ചാൽ അവന് വീണ്ടും കേസിൽ പെടുത്തും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിച്ചത്. വിനായകന്റെ പിതാവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ജേസൺ ചാമോളപ്പിളിന്റെ വിശദാംശങ്ങളുമായി. ജേസൺ, എന്താണ് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്? 2017 ജൂലൈ 17 വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. 18 വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ വിനായകനെ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നു. പോലീസുകാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കേസെടുത്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് പോലീസുകാരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അവരുടെ കുടുംബം തന്നെ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നത്. ഇപ്പം നമ്മോടൊപ്പം അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ചേരുകയാണ്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര ഇതായാലും ഞങ്ങൾ ഇത് മുന്നോട്ട് പോകും. ഏത് ഇതായാലും എത്ര വർഷം എടുത്താലും. ഈ പോലീസ് റിപ്പോർട്ട് എന്താ പറയുന്നത്? നിങ്ങൾ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതും ശരത്താണ് അവൻ്റെ ഒന്നാം സാക്ഷി. ശരത്ത് പറഞ്ഞതും മറ്റുള്ള ആൾക്കാർ പറഞ്ഞതൊന്നും ഈ റിപ്പോർട്ടിലില്ല. പിന്നെന്ന് വെച്ചാൽ ശരത്തിനെ മർദ്ദനം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, എൻ്റെ മോനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ ഈ പോലീസിനെ ക്രൂരമായി മർദ്ദനതുകൊണ്ടാണ് എൻ്റെ മോൻ ആത്മഹത്യ. ഏതറ്റം വരെയും പോകും. പിന്നെ ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെടും. എന്തായാലും എൻ്റെ മോന് നീതി കിട്ടണം. സ്മൃതി, പ്രധാനമായും 1-2 പ്രതികളായ സാജൻ അതുപോലെ തന്നെ ശ്രീജിത്ത് എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. വിനായകനെ മർദ്ദിച്ച കേസ് മാത്രമാണ് നിലവിലുള്ളത്. അതിനും അപ്പുറത്തേക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള തെളിവുകളില്ല. മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായി മർദ്ദിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതി സമീപിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ വിനായകന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്.